നമസ്കാരം. മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് പുണർത്തം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ 2026 സമ്പൂർണ്ണ നക്ഷത്രഫലമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറ്റു നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ നക്ഷത്രങ്ങളുടെ പൊതുഫലം, തൊഴിൽ, വരുമാനം, വിവാഹം, ആരോഗ്യം, ആത്മീയത എന്നിവയാണ് പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ നക്ഷത്രം പുണർത്തം. പുണർത്തം നക്ഷത്രക്കാർക്ക് 2026 വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ വർഷമാണ്. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും തടഞ്ഞു നിന്ന കാര്യങ്ങളും പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. തളർന്ന മനസ്സ് ശക്തമാകുന്ന വർഷമാണിത്. വീണിടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി ഈ വർഷം നിങ്ങൾക്ക് നൽകും. തൊഴിൽ. 2026 പുണർത്തം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ തിരിച്ചുവരവിൻ്റെ വർഷമാണ്. തടസ്സപ്പെട്ട ജോലികൾ വീണ്ടും സജീവമാകും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലി മാറണമെന്ന് ആലോചിക്കുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ചാൽ ഈ വർഷം നല്ല വളർച്ച നൽകും. വിവാഹവും ബന്ധങ്ങളും. ബന്ധങ്ങളിൽ 2026 പുതിയ തുടക്കത്തിൻ്റെ വർഷമാണ്. പഴയ തെറ്റിദ്ധാരണകൾ മാറും. ദൂരം വന്ന ബന്ധങ്ങൾ വീണ്ടും അടുത്തു വരാൻ സാധ്യതയുണ്ട്. വിവാഹം വൈകുന്നവർക്ക് ഈ വർഷം നല്ല നിർദ്ദേശങ്ങൾ വരും. കുടുംബ പിന്തുണയും മനസ്സമാധാനവും വർദ്ധിക്കും. ബന്ധങ്ങളിൽ ക്ഷമയും സഹനശീലവും പുലർത്തിയാൽ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പാകും. സാമ്പത്തികം. സാമ്പത്തികമായി ഈ വർഷം വളരെ ആശ്വാസം നൽകുന്ന വർഷമായിരിക്കും. വരുമാനം പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങും. പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുവാൻ വഴികൾ തുറക്കും. ചെലവുകൾ നിയന്ത്രിച്ചു പോയാൽ സേവിങ്സും വർദ്ധിപ്പിക്കാൻ കഴിയും. വലിയ റിസ്കുകൾ എടുത്തുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ ഈ വർഷം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആരോഗ്യം. ഈ വർഷം ആരോഗ്യത്തിൽ മനസ്സും ശരീരവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. അമിത ചിന്തയും ഉറക്കക്കുറവും ആരോഗ്യത്തെ ബാധിക്കാം. ലഘുവായ വ്യായാമം, നടത്തം, ശാന്തമായ ജീവിതരീതി ഇവ സ്വീകരിച്ചാൽ ആരോഗ്യം വ്യക്തമായി മെച്ചപ്പെടും. ആത്മീയത. 2026 പുണർത്തം നക്ഷത്രക്കാർക്ക് ആത്മീയ ആശ്വാസത്തിൻ്റെ വർഷമാണ്. ദൈവവിശ്വാസം കൂടുതൽ ആഴപ്പെടും. നാമസ്മരണം, പ്രാർത്ഥന, മൗനം മനസ്സിന് വലിയ ശക്തി നൽകും. ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പുതിയ കണ്ണോടെ കാണാൻ ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കും. അടുത്ത നക്ഷത്രം പൂയം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം മനസ്സിന് ശാന്തത തിരികെ കിട്ടുന്ന വർഷമാണ്. കഴിഞ്ഞ കാലത്തെ ആശങ്കകളും ഭാരമായ ഉത്തരവാദിത്വങ്ങളും പതുക്കെ ലഘൂകരിക്കാൻ തുടങ്ങും. ജീവിതം നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നൊരു ആത്മവിശ്വാസം ഈ വർഷം നിങ്ങൾക്ക് നൽകും. തൊഴിൽ. 2026 പൂയം നക്ഷത്രക്കാർക്ക് സ്ഥിരതയും സുരക്ഷിതത്വവും നൽകുന്ന തൊഴിൽ വർഷമാണ്. വലിയ പെട്ടെന്നുള്ള മാറ്റങ്ങളില്ലെങ്കിലും നിലവിലുള്ള ജോലി ഉറച്ച നിലയിൽ തുടരും. കഴിഞ്ഞ വർഷങ്ങളിലെ ജോലി സംബന്ധമായ അനിശ്ചിതത്വവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ഈ വർഷം പതുക്കെ മാറാൻ തുടങ്ങും. എൻ്റെ സ്ഥാനം സുരക്ഷിതമാണ് എന്ന ആത്മവിശ്വാസം ലഭിക്കുന്ന കാലം. മേലധികാരികളുടെ വിശ്വാസവും നിശബ്ദമായി ചെയ്യുന്ന കൃത്യമായ ജോലിക്ക് അംഗീകാരവും ലഭിക്കും. ചിലർക്ക് അധിക ഉത്തരവാദിത്വങ്ങളോ സ്ഥാനക്കയറ്റ സൂചനകളോ ഉണ്ടാകാം. സേവനമേഖല, ആരോഗ്യരംഗം, അധ്യാപനം, സാമൂഹിക പ്രവർത്തനം പോലുള്ള മേഖലകൾ പൂയം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അനുകൂലമാണ്. വരുമാനം. സാമ്പത്തികമായി ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന വർഷമായിരിക്കും. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പണം സംബന്ധമായ സമ്മർദ്ദങ്ങളും അനിശ്ചിതത്വങ്ങളും പതുക്കെ മാറാൻ തുടങ്ങും. വരുമാനം പെട്ടെന്ന് ഉയരുന്ന വർഷമല്ലെങ്കിലും സ്ഥിരതയോടെ മെച്ചപ്പെടുന്ന കാലമാണ്. കയ്യിൽ വരുന്ന പണം നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. പഴയ കടങ്ങൾ, തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ വർഷം ക്രമമായി കുറയാൻ തുടങ്ങും. പണം കൈവശം വന്നാലും ചെലവുകൾ നിയന്ത്രിച്ചാൽ സേവിങ്സിലേക്ക് മാറ്റാൻ കഴിയും. വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ വർഷം ഭാഗ്യം പരീക്ഷിക്കുന്നതിലുപരി സുരക്ഷയും പ്ലാനിങ്ങുമാണ് വിജയത്തിൻ്റെ വഴി. വിവാഹവും ബന്ധങ്ങളും. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ബന്ധങ്ങളിൽ സ്ഥിരതയും ആത്മാർത്ഥതയും നൽകുന്ന വർഷമാണ്. വിവാഹം വൈകുന്നവർക്ക് കുടുംബ സഹകരണത്തോടെ നല്ല ആലോചനകൾ എത്തുന്ന കാലഘട്ടം. വിവാഹിതർക്കായി പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര മനസ്സിലാക്കൽ വർദ്ധിക്കും. ചെറിയ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകാമെങ്കിലും ശാന്തമായി സംസാരിച്ചാൽ വേഗത്തിൽ പരിഹരിക്കാം.
ബന്ധങ്ങളിൽ അനാവശ്യ സംശയവും മൗനവും ഒഴിവാക്കി തുറന്ന മനസ്സോടെ സമീപിച്ചാൽ ഈ വർഷം ബന്ധങ്ങളെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കും. ആരോഗ്യം 2026 പൂയം നക്ഷത്രക്കാർക്ക് മനസ്സും ശരീരവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിൽ കെട്ടിക്കിടന്ന ആശങ്കകളും സമ്മർദ്ദങ്ങളും ആരോഗ്യത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകാം. ഈ വർഷം അമിത ചിന്ത, ഉറക്കക്കുറവ്, മാനസിക ക്ഷീണം എന്നിവയോട് പ്രത്യേകം ശ്രദ്ധ വേണം. ശരീരം അസുഖപ്പെടുന്നതിനു മുൻപ് മനസ്സ് തന്നെ മുന്നറിയിപ്പ് നൽകുന്ന കാലമാണിത്. ദിവസേന ലഘുവായ വ്യായാമം, നടപ്പ്, യോഗ, പ്രാണായാമം തുടങ്ങിയവ വളരെ നല്ല ഫലം നൽകും. കഠിനമായ വ്യായാമങ്ങളെക്കാൾ സ്ഥിരമായി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരം. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക, വൈകി ഉറങ്ങുന്ന ശീലം കുറയ്ക്കുക, സ്വന്തം ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാൻ ശ്രമിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ വർഷം അവസാനത്തോടെ ആരോഗ്യത്തിൽ വ്യക്തമായ മെച്ചം അനുഭവപ്പെടും. ആത്മീയത ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് ആന്തരിക സമാധാനത്തിൻ്റെ വർഷമാണ്. ദൈവവിശ്വാസം കൂടുതൽ ഉറപ്പാകും. നിശബ്ദത, പ്രാർത്ഥന, നാമസ്മരണം മനസ്സിന് വലിയ ആശ്വാസം നൽകും. ജീവിതത്തെ കൂടുതൽ പക്വമായി കാണാൻ തുടങ്ങും. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് 2026 മാറ്റവും പക്വതയും ഒരുമിച്ച് നൽകുന്ന വർഷമാണ്. കഴിഞ്ഞ കാലത്തെ ആശയക്കുഴപ്പങ്ങളും അനിശ്ചിതത്വങ്ങളും പതുക്കെ മാറി ജീവിതത്തിൽ വ്യക്തത ഉണ്ടാകാൻ തുടങ്ങും. തീരുമാനങ്ങൾ കൂടുതൽ സൂക്ഷ്മമാകും. അനാവശ്യ ആളുകളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ സ്വയം വിട്ടൊഴിയുന്ന കാലമാണിത്. പെട്ടെന്ന് വലിയ മുന്നേറ്റങ്ങളില്ലെങ്കിലും ഉറച്ച അടിത്തറ സൃഷ്ടിക്കുന്ന വർഷമാകുമിത്. മനസ്സ് ശക്തമാകുകയും സ്വന്തം ഭാവിയെ വ്യക്തമായ ബോധം ലഭിക്കുകയും ചെയ്യും. തൊഴിൽ ഈ വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് ചിന്തിച്ചുള്ള മുന്നേറ്റത്തിൻ്റെ വർഷമായിരിക്കും. പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങളെക്കാൾ പതുക്കെ ഉറച്ച രീതിയിൽ കരിയർ വളരുന്ന കാലഘട്ടമാണിത്. നിലവിലെ ജോലിയിൽ നിങ്ങളുടെ ബുദ്ധിയും നിരീക്ഷണശേഷിയും കൂടുതൽ പ്രയോജനപ്പെടും. നിശബ്ദമായി ചെയ്യുന്ന ജോലി മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. ജോലി മാറ്റം ആലോചിക്കുന്നവർ വേഗത്തിൽ തീരുമാനിക്കാതെ സാഹചര്യങ്ങൾ വിലയിരുത്തി നീങ്ങിയാൽ വർഷാവസാനത്തോടെ നല്ല അവസരം ലഭിക്കാം. ഗവേഷണം, മാനേജ്മെൻറ്റ്, ആരോഗ്യം, കൗൺസിലിംഗ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകൾ ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. വിവാഹവും ബന്ധങ്ങളും ബന്ധങ്ങളിൽ ഈ വർഷം ആഴവും ഗൗരവവും കൊണ്ടുവരുന്ന വർഷമാണ്. ആയില്യം നക്ഷത്രക്കാർ വാക്കുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരായതിനാൽ തുറന്ന ആശയവിനിമയം പ്രധാനമാണ്. വിവാഹിതർ പങ്കാളിയോട് മനസ്സു തുറന്നാൽ ബന്ധം കൂടുതൽ ശക്തമാകും. വിവാഹം വൈകുന്നവർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാനം സാമ്പത്തികമായി 2026 പതുക്കെയുള്ള പുരോഗതിയുടെ വർഷമാണ്. വരുമാനം സ്ഥിരതയോടെ മെച്ചപ്പെടും. പഴയ കടങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും കുറയാൻ തുടങ്ങും. ചെലവുകൾ നിയന്ത്രിച്ചാൽ സേവിങ്സ് കൂട്ടാൻ കഴിയും. പെട്ടെന്ന് ലാഭം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാകും നല്ലത്. ആരോഗ്യത്തിൽ മനസ്സിനാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. അമിത ചിന്ത, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കണം. ലഘുവായ വ്യായാമം, യോഗ, ധ്യാനം എന്നിവ വളരെ നല്ല ഫലം നൽകും. ജീവിതശൈലി അല്പം ശാന്തമാക്കിയാൽ ആരോഗ്യം വ്യക്തമായി മെച്ചപ്പെടും. ആത്മീയത ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ആത്മീയ ഉണർവിൻ്റെ വർഷമാണ്. ജീവിത സംഭവങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങും. ദൈവവിശ്വാസം, നാമസ്മരണം, മൗനപ്രാർത്ഥന എന്നിവ മനസ്സിന് വലിയ ആശ്വാസം നൽകും. ആത്മീയതയിലേക്ക് അടുക്കുമ്പോൾ ജീവിതത്തിലെ ആശങ്കകൾ സ്വാഭാവികമായി കുറയും. പ്രിയപ്പെട്ടവരെ, 2026 ഓരോ നക്ഷത്രക്കാർക്കും ഒരേപോലെ വരുന്ന വർഷമല്ല. പക്ഷേ ഓരോരുത്തരെയും അവരുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്ന വർഷമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജ്യോതിഷപരമായ അറിവുകൾക്കും ഫലങ്ങൾക്കും മെസ്സേജ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നക്ഷത്രങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.